ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. ദന്തോറ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ അതിഥി ബവരാജു ഓൺബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ചെന്നൈ ഗാങ്സ്റ്റർ സിറ്റി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒമേരി ജാൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ മിനി സ്റ്റുഡിയോൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 13. അപ്പോൾ അതിൻ്റെ യൂഷ്വൽ ടൈറ്റിൽ പ്രൊമോ എന്ന് പറഞ്ഞൊരു പ്രൊമോ പുറത്തിറക്കിയിട്ടായിരുന്നു. അപ്പോൾ 10 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുള്ള അറിയിച്ചു. പിന്നെ വസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ജോമോൻ ജോതിറിൻ്റെയും ദ ട്രൂ നൻപണ്ട എന്നുള്ള രീതിയിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദക്വാൻ ദ മുണ്ട 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ ജൂൺ 13 പടം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പെഡി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശിവരാജ് കുമാർ 40 വർഷമായി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ട്. കുറേ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഒന്ന് മാത്രമേ കാണിച്ചത് മാത്രം പെഡിയുടെ ഭാഗത്തു നിന്നുള്ള പോസ്റ്ററാണ് മാത്രം. പിന്നെ മദ്രാസ് മെറ്റ്നി എന്ന് പറഞ്ഞ സെക്കൻഡ് സിംഗിൾ ആയിട്ടുള്ള ഉസിരെ ഉന്നതാനെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 13 ദിവസത്തെ കേരളത്തിലത്തെ കളക്ഷൻ 3.16 കോടിയാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിന് UK-ൽ നിന്ന് 15 സർട്ടിഫിക്കറ്റഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ കൂടി ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞ പടത്തിൻ്റെ കൂടി വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഹൃതിക് റോഷനും NTR അഭിനയിക്കുന്ന പടത്തിന്റെ ടീസർ വെക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും നല്ല ടീസർ തന്നെയായിരുന്നു പടത്തിന്റെ. വരട്ടെ, ഓഗസ്റ്റ് 14 പടം റിലീസ് ആകുന്നത്. എന്തായാലും ഹൈപ്പുള്ള പടമാണ് പൊതുവെ. ടീസറൊക്കെ ഇതിന്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹൈപ്പ് കൂടെ ഉണ്ടായിരിക്കാം. പിന്നെ ദൃശ്യം 3 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഹിന്ദി വെർഷൻ അത് അഭിഷേക് പത്താക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഡയറക്ഷൻ ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതേമാതിരി അജയ് ദേവഗൻ തന്നെയായിരിക്കും നായകനായി എത്തുക. ഈ വർഷം 2025 ലാസ്റ്റോടെ കൂടിയിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി 2026 ഗാന്ധി ജയന്തിക്ക് പടം റിലീസ് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒക്ടോബർ 2 ഒക്കെ ആയിട്ട് 2026 പടം പുറത്തിറങ്ങുന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ജ്യോതിക 2-3 സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സൂര്യയുടെ ഒരു പുതിയ ലുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആൾ സിംഗായിട്ട് തിരിച്ചു വരുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിലുള്ള ലുക്ക് കണ്ടിട്ടാണ്. അത് വരുന്നുണ്ടായില്ല എന്നൊന്നും അറിയില്ല, വരാൻ സാധ്യത കുറവാണ്. വന്നു കഴിഞ്ഞാൽ വന്ന് അത്രേ ഉള്ളൂ. പിന്നെ അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയത് മലയാളത്തിൽ കുറേ മുന്നേ. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം അത്ഭുത ദ്വീപ് 2ന്റെ സ്ക്രിപ്റ്റിംഗ് തുടങ്ങാനായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട് അഭിലാഷ് പിള്ളൈ. എന്തായാലും ഗിന്നസ് ബക്കറും ഉണ്ണിമുന്തനും വിനയനൊക്കെ ആയിരിക്കും മെയിൻ കഥാപാത്രങ്ങളായി എത്തുക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എങ്ങനെ വരും എന്നുള്ളതൊക്കെ. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടത്തിന്റെ 7 ദിവസത്തെ കേരള കളക്ഷൻ 9.15 കോടിയാണെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതേമാതിരി തുടരും പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ പടത്തിന്റെ 35 ദിവസത്തെ കളക്ഷൻ 118.33 കോടിയാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പടം OTT റിലീസ് ആയിട്ടുണ്ട്. നല്ല പടം തന്നെയാണ്, ഞാൻ കണ്ടായിരുന്നു. എന്തായാലും എൻ്റെ റേറ്റിംഗ് അറിയണം 10 ലക്ഷമൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസിന്റെ സന്ദീപ് റെഡ്ഡി വാങ്ങി എടുക്കുന്ന പടം ഇതിൽ ഡോണിൽ ഒരു വേഷം ചെയ്യേണ്ടുന്ന രീതിയിലൊക്കെ കിട്ടിയിരുന്നു. അതിപ്പോഴും കൺഫേം ആയിട്ടൊന്നുമില്ല, ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഇനി ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ തുടങ്ങുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. 3-4 മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിലുള്ളതായിട്ട് അപ്പോൾ തുടങ്ങണ്ടായിരിക്കണം. എന്തായാലും പടത്തിന്റെ റിലീസ് 2027 ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. മിക്കവാറും പടത്തിന്റെ ഷൂട്ട് തുടങ്ങുക ഒക്ടോബറിലൊക്കെ ആയിരിക്കും. എന്തായാലും കണ്ടറിയാൻ എന്താ നടക്കാൻ പോകണമെന്നുള്ളത്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ തലവതിയുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയെന്നുള്ളതാണ് കേൾക്കുന്നത് ഈ മാസത്തോട് കൂടിയിട്ട്. എന്തായാലും അടുത്ത മാസത്തോട് കൂടിയിട്ട് ഫുള്ള് ഷൂട്ടും കംപ്ലീറ്റ് ആവുന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിന് ഫസ്റ്റ് സിംഗിൾ അല്ലെങ്കിൽ ടീസർ ആവാൻ ചാൻസ് കുറവാണ്. മിക്കവാറും ഫസ്റ്റ് സിംഗിൾ ആയിരിക്കും. ഈ ജൂൺ 22 വരെ എന്നുള്ള കേൾക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് സിംഗിൾ ആയിട്ടാണ് പുറത്തു വിടുന്നുണ്ടെങ്കിൽ ഹനുമാൻ കൈൻഡ് പാടിയിട്ടുള്ള പാട്ടായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പോസ്റ്റർ എന്ന് വെച്ചാൽ ഹിറ്റ് 3-ത്തെ ഒരു ക്യാരക്ടറൈസേഷൻ പോലെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ്. എന്തായാലും നല്ല പോസ്റ്റർ ആയിരുന്നു തോന്നി, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.